ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം 79,296 ഭക്തരാണ് മല കയറി അയ്യപ്പ ദർശനം നടത്തിയത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം നടത്തുന്നതിനുള്ള ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മുന്നൊരുക്കങ്ങൾ ഫലം കാണുന്നതായി വേണം കണക്കാക്കാൻ. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഇന്ന് അവധി ദിവസമാണ്. സ്വാഭാവികമായും സന്നിധാനത്ത് നല്ല തിരക്ക് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, കൃത്യമായി പറയാനും കഴിയും. കാരണം അവധി ദിവസമായതിനാൽ തന്നെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയായാലും സുഗമമായ ദർശനം ശബരിമലയിൽ സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മാത്രം 79,298 അയ്യപ്പ ഭക്തരാണ് ശബരിമലയിലെത്തി ദർശനം നടത്തിയത്. മല കയറി എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ദർശന സൗകര്യം ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്നതും എടുത്തു പറയണം. ഇന്ന് ഞായറാഴ്ചയെ കൂടിയും ആളുകൾക്ക് ഈ പറയുന്ന വലിയൊരു തിരക്കൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് കൂടുതൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യവുമുണ്ട്. രജിത്ത്, സന്നിധാനത്തെ തിരക്കിന്റെ കാര്യമൊക്കെ രജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ പരാതിരഹിത ദർശനം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കാലമായിരുന്നു പൊതുവെ ഇത്തവണ. പക്ഷേ കല്ലുകടി ആയത് ഒരു VIP ദർശനം തന്നെയായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് സമർപ്പിച്ച ഈ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായും ശബരിമലയിൽ ദർശനത്തിനെത്തുന്നവരുടെ സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനായി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ VIP ക്യൂ മാറ്റുകയും എല്ലാവരും വെർച്വൽ ക്യൂവിലൂടെയാണ് ബുക്ക് ചെയ്ത് അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവരും തന്നെ സമന്മാരാണ് എന്ന ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ ദർശനവുമായി ചലച്ചിത്ര താരം ദിലീപ് എത്തി ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കോടതി കൃത്യമായും ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളടക്കം ഹൈക്കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതി പരിശോധിക്കുകയും ഒപ്പം VIP ക്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച കോടതി സർക്കാരിൻ്റെ അഭിപ്രായമടക്കം തേടുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിങ്കളാഴ്ച ഈ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കുകയും സർക്കാരിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്യും. നിലവിൽ നമുക്കറിയാം, ദർശനം വളരെ സുഗമമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ അയ്യപ്പ ഭക്തർക്കും ലഭിക്കുന്ന ദർശന സൗകര്യം തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും നൽകണം എന്ന ഒരു കാര്യമാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലെ, കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ദർശനം നൽകുന്നതിനും പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നവർക്ക് VIP പരിഗണന നൽകുന്നതിനുമാണ് കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്തത്. അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളടക്കം ദേവസ്വം ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ